ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റിയായ ബീഫ് കറിയാണ്. ആദ്യമായി 2 അണിയൻ സ്ലൈസ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് റെഡിയാക്കി വെക്കാം. പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മീറ്റ് മസാല, പെപ്പർ പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, പിന്നെ ഓയിൽ, കോക്കനട്ട് ഓയിലാണ്, ഗീ, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ. കുക്കറൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. പിന്നെ അതിലോട്ടേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, പട്ട ഇട്ടു. പിന്നെ സ്ലൈസ് ചെയ്ത ഒണിയൻ ചേർക്കാം. ഇതിലോട്ട് സ്ലൈസ് ചെയ്ത ഒണിയൻ ചേർക്കുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം, നന്നായി വഴറ്റി വരാൻ വേണ്ടി. ഉള്ളി നന്നായി വഴറ്റി വന്നാൽ മാത്രമേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ചില്ലി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കുക. പിന്നെ സ്ലൈസ്ഡ് ടൊമാറ്റോ ചേർത്ത് സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മസാലപ്പൊടികളെ ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അതായത് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, പിന്നെ മീറ്റ് മസാല, ഗരം മസാല, പെപ്പർ പൗഡർ, ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ബീഫ് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ബീഫാണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ അബുദാബിയിൽ ഉണ്ടാകുന്ന സമയത്ത് സീപ്പേളിൽ നിന്നാണ് ബീഫ് വാങ്ങിക്കാറ്. അതിനൊരു നാട്ടിലത്തെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ആ ബീഫാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് ബീഫ് നിൽക്കുക, കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ. അതിനുശേഷം നമ്മുടെ കറിവേപ്പില, ഗ്രാമ്പൊക്കെ ആഡ് ചെയ്ത് കുക്കർ ക്ലോസ് ചെയ്യാം. കുക്കർ ഒരു 5 വിസിലാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ കറി നമ്മളൊരു പോട്ടിലോട്ടേക്ക് മാറ്റുക. ഒരു ഹൈ ഫ്ലെയിമിൽ നമ്മൾ പോട്ട് എന്ത് ചെയ്യുക, വെക്കുക. ഇതൊരു ഗ്രേവി തിക്കായി വരുന്നത് വരെ ഒന്ന് വെക്കുക. അതിലോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിക്കുക. ഗീ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം അതിലോട്ടേക്ക് കറിവേപ്പില, മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കണ്ടോ, ബീഫ് നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.